അപ്പോൾ ഞാൻ പിന്നെ കേട്ടൊരു കാര്യമാണ്, നമ്മുടെ ആക്ടേഴ്സ് ഇപ്പോൾ ഒരുപാട് പുതുമുഖ നടന്മാരും നടികളും ഈ സിനിമയിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പൊതുവെ ഇങ്ങനൊരു ട്രെയിനിങ് ഒന്നും കൊടുക്കാറില്ലല്ലോ നമ്മൾ. പിന്നെ ഓഡീഷൻ കഴിഞ്ഞ് സിനിമ നോക്കണം. അപ്പോൾ ഒരു ആക്ടിങ് ക്ലാസ്സിനെ പറ്റി കേട്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ ഫസ്റ്റ് ആയിട്ട് കേൾക്കണം, അതുകൊണ്ട് എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ എന്തുകൊണ്ട്, എങ്ങനെയാണ് അത് വന്നത്? അത് ഡയറക്ടറിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പലരും നാടകങ്ങളിലും സിനിമകളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സിനിമയ്ക്ക് മാക്സിമം പെർഫെക്ഷൻ കിട്ടുക എന്ന രീതിയിൽ ഇത് തീരുമാനിച്ച് അല്ലെങ്കിൽ പൂജ കഴിഞ്ഞ ഉടനെ ഇത് നടത്തുകയാണ്, റിഹേഴ്സൽ നടക്കുക. അത് 4 വെച്ച് ഡിഫറെൻറ്റ് ഡേയ്സിൽ നടത്തുകയാണ്. അതെനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തോളം നടത്തി. 10 മേലെ നടത്തി. അത് തന്നെ. കാരണം ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ആൾ അല്ല, ഒരു മെയിൻ ആക്ടേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ ദിവസം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രശ്നമില്ല. ഒരാളോട് പറയുന്ന അത് പ്രൊഫഷണലാണ് ആൾ. ഇതങ്ങനെയല്ല, ഇവരെ ഒരുക്കി നല്ലൊരു ഫോമിലാക്കി എടുക്കണമെങ്കിൽ സമയമെടുക്കും. അത് തന്നെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഡയറക്ടറും മറ്റേ ആൾക്കാരും ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സമയമുണ്ട്, ക്ലിപ്തമായ സമയമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് അവരെ ഫോം ചെയ്തെടുക്കാനായിട്ടാണ് ഈ 12-15 ദിവസം ക്യാമ്പ് എടുത്തത്. എല്ലാവരും വന്നു, ആത്മാർത്ഥമായിട്ട് വന്നു. അത് ചില ദിവസം ദൂരെയുള്ള, അതെ, കാസർഗോഡുള്ള ഒരു പയ്യനുണ്ട്, ഇപ്പം ഇല്ല, പുള്ളി വിദേശത്താണ്. ആ പുള്ളി ഭയങ്കരമായിട്ട് അവിടെ നിന്ന് വന്ന് പിന്നെ തിരിച്ചു പോയി 11-12 മണിക്കൊക്കെയാണ് രാത്രി റിഹേഴ്സൽ കഴിഞ്ഞ് ഓരോരുത്തർ പോകുന്നത്. തിരിച്ചു പോകണം, പിന്നെ രാവിലെ. അതാണ് ആ ഒരു സിൻസിയറിറ്റി ആ കലയോടും അഭിനയത്തോടും. അതെ, ഇതിന് റിഹേഴ്സൽ ഇല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഷോട്ടാണ്. കണ്ടിന്യൂസ് പോകുമ്പോൾ ഇതിന് റിഹേഴ്സൽ വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റീടേക്സിന് കണ്ടിന്യൂസ് ആകുമ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാതെ അതിലേക്ക് പോകാൻ പറ്റില്ല. അത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ശരിക്കും നന്നായിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അത് ക്യാരക്ടർക്ക് ഇതാണ് ക്യാരക്ടർ എല്ലാം ശരിക്കും എല്ലാവർക്കും ഡയലോഗും എല്ലാം അവർക്ക് അറിയാം കൃത്യമായിട്ട്. പിന്നെ കുറേ നമ്മൾ അവിടെ സിറ്റുവേഷനിൽ നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്നാൽ പോലും അവർ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇതാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ശരി, അത് പലപ്പോഴായിട്ടും പുതുമുഖം ആയതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനും എല്ലാം മാറിക്കിട്ടി. അവർക്ക് അതിൽ കുറച്ചുകൂടെ അവർക്ക് കംഫർട്ടായിരുന്നു. നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റിഹേഴ്സൽ അടിക്കുന്ന ടൈമിംഗ് ആയിരുന്നു നമുക്ക് റിഹേഴ്സൽ അടിക്കേണ്ട വന്നുള്ളൂ. മറ്റേതാവുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഡയലോഗ് തെറ്റുന്നുണ്ടോ, ഇത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആ ടൈമിംഗ് മാത്രം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വന്നു. കാരണം ഇവരുടെ റിഹേഴ്സൽ ചെയ്തത് ഒരു റൂമിനകത്താണെങ്കിൽ അവർ പ്ലേ ചെയ്യുന്നത് നമ്മൾ അവിടെ കോമ്പോസിഷൻ ചെയ്യുന്നതിൻ്റെ ഒരു അളവ് വ്യത്യാസം ഉണ്ടാവും. ആ അളവിലേക്ക് അവർ എത്തിച്ചു എന്ന് മാത്രമേ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ പുതുമുഖം അല്ലാണ്ട് പിന്നെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ കുറച്ച് പേരും കൂടെ ഉണ്ട്, സുധിക്കോപ്പ, ഐശ്വര്യ, മോളി ചേച്ചി. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലേ ഭയങ്കര കുറേ സംഭവങ്ങളുണ്ട് പറയാൻ. എന്നാലും ഞാൻ ഷോർട്ടായിട്ട് പറയാം. നമ്മൾ ഈ പ്രൊജക്റ്റ് ഓണാക്കിയപ്പോൾ തന്നെ പല നടന്മാരുടെ അടുത്ത് നമ്മൾ പോയി. അപ്പോൾ അവർ ചോദിക്കണത് മുമ്പ് പടം ചെയ്തിട്ടുണ്ടെന്നാണ്. മുമ്പ് പടം ചെയ്തവർക്കാണെങ്കിൽ ഡേറ്റ് തരും, അല്ലെങ്കിൽ അവന് സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന അങ്ങനെയുള്ളവർക്കേ തരുള്ളൂ. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഡേറ്റ് തന്നാലല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലായിടത്തും പോയിട്ടും ആരും തന്നില്ല. ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇത്രയും പുതുമുഖങ്ങൾ വെച്ചുകൊണ്ട് എന്തിനാണ് പടം ചെയ്യുക, എന്തിനാണ് പടം. നമ്മൾ ഓടിച്ചെന്ന് തന്നെ ഒരാളും വരില്ല. നമ്മുടെ പിന്നിൽ ആരുണ്ട്, എന്ത് കഴിവൊന്നും നോക്കണമെന്നില്ല അവർ. അങ്ങനെ സുധി ഞങ്ങളുടെ നാട്ടുകാരനാണ്, നമ്മുടെ കൂട്ടുകാരാണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ അഭിനയിച്ച് മിക്കവരെയും കൂട്ടുകാരനാണ് സുധി. ഇതൊന്നും നിന്നില്ല, നേരെ തന്നെ കഥ ഇപ്പോൾ ജോർജ് ചേട്ടനും കേട്ടിട്ടില്ല. ഒരുപക്ഷെ കഥ കേട്ടായിരുന്നെങ്കിൽ നമ്മൾ വളരെ അഡ്മയർ ചെയ്യണം. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ കഥ കേൾക്കാതെ ആ സൗഹൃദത്തിൻ്റെ പേരിൽ അപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ അത് നമുക്ക് ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം. മറ്റേ വലിയ സ്റ്റാറുകളോ ഇതൊന്നും ഇല്ലെങ്കിലും അവരെ പിന്തള്ളപ്പെടാൻ പാടില്ല. അവർക്കൊരു നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കണം. കാരണം അവർ ഇതിനു വേണ്ടി മാത്രം ജീവിച്ചു നടക്കുന്ന ആളാണ്. അപ്പോൾ ഒന്ന് കൈപിടിച്ച് ഉയർത്തണം. ഇതൊക്കെയാണ് സുധീര. അത് നന്നായി. പിന്നെ ഐശ്വര്യ ആണെങ്കിലും ഐശ്വര്യ എന്ന് എനിക്കറിയാം, അവരുടെ അച്ഛനറിയാം, അമ്മയെ അറിയാം, ആ കുടുംബത്തോടെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ 1-2 പരിപാടികളൊക്കെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴൊരു നല്ലൊരു ഇത്. പിന്നെ മോളി ചേച്ചി പല കാര്യത്തിൽ നമുക്കിപ്പോൾ ചവിട്ടാടമായിട്ടും മറ്റു കലകളുമായിട്ട് അവർ വളരെ ഡെഡിക്കേറ്റഡാണ്. അപ്പോൾ അവർ വിളിച്ചപ്പോഴും അവർ പറഞ്ഞ് കുഴപ്പമില്ല. ഇന്ന് തന്നെ ഇപ്പോൾ കണ്ട ഇൻ്റർവ്യൂവിന് അവർ വളരെ സുഖമില്ലാഞ്ഞിട്ട് പോലും അവർ വന്നു. അത് അവരുടെ ആ ഒരു സ്നേഹമാണ്, ആ കലയോടുള്ള ആത്മാർത്ഥതയാണ്. അപ്പോൾ അതാണ്.
ഈ സുധി ചേട്ടൻ കറക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ അല്ലേ, അപ്പം തന്നെ വന്ന് കറക്റ്റ് സമയത്ത് വരും. അത് നമ്മളൊക്കെ പുതുവാണ് ഞാൻ പുള്ളിയെ റെസ്പെക്ട് ചെയ്ത് നിൽക്കണേ, പക്ഷെ പുള്ളി എന്നെ റെസ്പെക്ട് ചെയ്ത് നിൽക്കണത്. കറക്റ്റ് സമയത്ത് വരും, കറക്റ്റ് സമയത്ത് പോകും. ഡബ്ബിങ്ങിന് വരെ പുള്ളി കറക്റ്റായിട്ട് പഞ്ച്വലിറ്റി ആയിട്ട് വരും. നമ്മളൊക്കെ ആദ്യമായിട്ട് വല്ലതുകൊണ്ട് നമ്മൾ ഇത്തിരി താമസിക്കും, പക്ഷെ പുള്ളി ഇത് ചെറുതാണോ വലുതാണെന്നൊന്നുമില്ല, പക്കയായിട്ട് വരും. പിന്നെ എങ്ങനെ വന്നെ എവിടെ നിന്ന് വന്നി ബൈക്കിനാണോ അവനെ കാരണം അതൊന്നും പറയാൻ പറ്റില്ല, പുള്ളി കറക്റ്റ് ടൈമിന് ആ സ്ഥലത്തുണ്ടാവും. അപ്പോൾ ഭയങ്കര പുള്ളിയോട് ഭയങ്കര ഇതുണ്ട്, നന്ദിയുണ്ട്. പിന്നെ മോളി ചേച്ചി എന്ന് പറഞ്ഞാൽ സിനിമാക്കാർ വിളിക്കാണ്ട് കിടക്കണമായിരുന്നു മോളി ചേച്ചീനെ. എന്നിട്ട് ഞാൻ പോയിട്ട് മോളി ചേച്ചി വിളിച്ചത് ഞങ്ങളുടെ അയൽവാസിയും ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ചേച്ചിയാണ്. കറക്റ്റ് കാര്യം പറഞ്ഞപ്പോൾ മോളി ചേച്ചി ആടി എണീച്ച് വന്നു. അതിൻ്റെ അകത്ത് പിന്നെ മോളി ചേച്ചിൻ്റെ സുധീനെ അവരെയൊക്കെ കുത്തിക്കറ്റിയേക്കണല്ലേ ഈ കഥാപാത്രത്തിൽ. എല്ലാം പക്ക കഥാപാത്രം, അവർക്ക് വേണ്ട കഥാപാത്രങ്ങളാണ് പക്ക പ്ലേസ്മെന്റ് ചെയ്തേക്കണത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഞാൻ നന്ദി പറയുകയാണ്. ആത്മാർത്ഥമായിട്ട് ഞാനും ജോർജ് ചേട്ടനും ഞങ്ങളുടെ ടീം നന്ദി പറയുകയാണ്.